വികസനത്തിന്റെ പാതയിൽ LDF സർക്കാർ 100ന്റെ നിറവിൽ. ക്ഷേമ പെൻഷനുകൾ വീട്ടിലെത്തിച്ചും കശുവണ്ടി ഫാക്ടറികൾ തുറന്നും ആരോഗ്യ കാർഷിക മേഖലകളിൽ പുത്തനുണർവ് പകർന്നുമാണ് സർക്കാർ 100ാം ദിനത്തിലെത്തിയിരിക്കുന്നത്. അഴിമതിക്കെതിരെ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചാണ് LDF സർക്കാരിന്റെ ധീരമായ ചുവടുവയ്പുകൾ. ക്ഷേമ പ്രവർത്തനങ്ങളിലൂന്നിയും പ്രകടന പത്രിക യാഥാർത്ഥ്യമാക്കിയുമാണ് മെയ് 25-ന് അധികാരത്തിലേറിയ LDF സർക്കാർ ഇന്ന് 100ാം ദിനത്തിലെത്തുന്നത്. ക്ഷേമ പെൻഷൻ 1000 രൂപയാക്കി വർദ്ധിപ്പിച്ചതടക്കമുള്ള ജനകീയ തീരുമാനങ്ങൾ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ കൈക്കൊണ്ടിരുന്നു. മുടങ്ങിക്കിടന്ന പെൻഷൻ കുടിശ്ശിക തീർത്ത് വീട്ടിലെത്തിച്ചു തുടങ്ങിയത് 37.12 ലക്ഷം പെൻഷൻകാർക്കാണ് ആശ്വാസമായത്. കൂടാതെ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പയെടുത്ത പാവപ്പെട്ടവർക്ക് ആശ്വാസമായി മുഖ്യമന്ത്രിയുടെ പ്രത്യേക കടാശ്വാസ പദ്ധതിയും യാഥാർത്ഥ്യമായി. കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിന്റെ നാളുകളിലാണ് കേരളത്തിന് താങ്ങായി ബജറ്റിലെ പ്രത്യേക മാന്ദ്യവിരുദ്ധ പാക്കേജ് പ്രഖ്യാപിച്ചത്. അടിസ്ഥാന സൗകര്യ വികസനത്തിനും കാർഷിക മേഖലയ്ക്കും ബജറ്റിൽ പ്രത്യേക ഊന്നൽ നൽകി. ഏറെക്കാലമായി പൂട്ടിക്കിടന്ന കശുവണ്ടി ഫാക്ടറികൾ തുറന്നത് ധീരമായ സർക്കാർ നിലപാടാണ് ഉയർത്തിക്കാട്ടിയത്. ഒപ്പം സാധാരണക്കാരന്റെ കുടുംബ ബജറ്റുകൾ ഭദ്രമാക്കാൻ വിപണി ഇടപെടലും നടത്തി. കഴിഞ്ഞ UDF സർക്കാരിന്റെ അനധികൃത ഭൂമി കൈമാറ്റങ്ങൾ റദ്ദാക്കി മെത്രാൻകായൽ, ആറന്മുള എന്നിവിടങ്ങളിൽ കൃഷിയിറക്കാനുള്ള തീരുമാനവും അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടതും അടച്ചുപൂട്ടിയതുമായ 4 സ്കൂളുകൾ ഏറ്റെടുത്തതും സർക്കാരിന്റെ വിപ്ലവകരമായ നടപടികളായി. പെരുമ്പാവൂർ ജിഷ വധക്കേസിൽ പുതിയ അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചതും പ്രതി അനാറുലിനെ പിടികൂടിയതും സർക്കാരിന് മറ്റൊരു നേട്ടമായി. അഴിമതിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചാണ് LDF സർക്കാർ 100ാം ദിനത്തിൽ എത്തിയിരിക്കുന്നത്. 100 ദിനമെന്നത് സർക്കാരിന് വലിയതല്ല, എന്നാൽ ജനകീയ പ്രവർത്തനങ്ങളാൽ ജനപ്രീതി നേടി എന്നതാണ് ഈ സർക്കാരിന്റെ വലിയ നേട്ടം. സുനിൽ അരിമാനു, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. LDF സർക്കാരിന്റെ 100ാം ദിനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ റേഡിയോ സന്ദേശം. രാജ്യത്തിന്റെ ഐക്യം തകർക്കാൻ ശ്രമിക്കുന്ന ഛിദ്രശക്തികളെ തിരിച്ചറിയണമെന്ന് മുഖ്യമന്ത്രി. സുസ്ഥിര വികസനം ഉറപ്പാക്കുന്നതിനൊപ്പം മാലിന്യമുക്ത കേരളം യാഥാർത്ഥ്യമാക്കുക എന്നത് സർക്കാരിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചാത്തല വികസനത്തിനും സാമൂഹ്യ സുരക്ഷയ്ക്കും സർക്കാർ മുന്തിയ പരിഗണന നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കുട്ടികളെ ലഹരിക്ക് അടിമകളാക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ മാതാപിതാക്കളും അധ്യാപകരും ജാഗരൂകരായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ 100ാം ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നടത്തുന്ന പ്രഭാഷണം ഇപ്പോൾ കേൾക്കാം. നമസ്കാരം. ഈ സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 100 ദിനങ്ങൾ പിന്നിടുകയാണ്. സ്ത്രീ സുരക്ഷ, തൊഴിലവസരമുണ്ടാക്കൽ, വിലക്കയറ്റ നിയന്ത്രണം, ന്യായവില ഉറപ്പാക്കി നിരവധി കാര്യങ്ങൾ മുൻഗണനാക്രമത്തിൽ ചെയ്തു പോരുകയാണ്. ഇവയുടെയൊക്കെ പ്രതിഫലനം നാട്ടിൽ കണ്ടു തുടങ്ങിയിട്ടുമുണ്ട്. ഇതുപോലുള്ള ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ വരും നാളുകളിൽ കൂടുതൽ ശക്തമായി മുൻപോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും സമതുലിതമായ വികസനമാണ് ഈ സർക്കാർ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ 100 ദിനം കുട്ടികളെ ലഹരിക്കടിമകളാക്കാനുള്ള നീക്കം സംസ്ഥാനത്ത് സജീവമാണ്. മാതാപിതാക്കളും അധ്യാപകരും ഇക്കാര്യത്തിൽ ജാഗരൂകരാകണം. ലഹരി എന്ന വിപത്തിനെ വേരോടെ പിഴുതെറിയാൻ കൂട്ടായ പ്രവർത്തനം വേണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മാലിന്യമുക്ത കേരളം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കൂട്ടായ പരിശ്രമം വേണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഉറവിട മാലിന്യ സംസ്കരണം നടപ്പാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഭക്ഷ്യമേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ നമ്മൾ കൂട്ടായ പരിശ്രമം നടത്തണം. നാടിന്റെ ഐക്യവും ഒരുമയും തകർക്കാൻ ചില ഛിദ്രശക്തികൾ ശ്രമിക്കുന്നുണ്ട്. അതിനെതിരെ നമ്മൾ ജാഗരൂകരായിരിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നാടിന്റെ വികസനത്തിന് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മഹാത്മാഗാന്ധിയുടെ വധത്തിന് പിന്നിൽ RSS തന്നെയാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി രാഹുൽ ഗാന്ധി. പ്രസ്താവനയ്ക്കെതിരെ RSS നൽകിയ മാനനഷ്ട കേസിൽ വിചാരണ നേരിടാൻ തയ്യാറാണെന്നും രാഹുൽ ഗാന്ധി സുപ്രീംകോടതിയെ അറിയിച്ചു. അതേസമയം വിചാരണ കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കണമെന്ന് രാഹുൽ ഗാന്ധിയുടെ ആവശ്യം സുപ്രീംകോടതി തള്ളി. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മഹാരാഷ്ട്രയിലെ ഭിവാൻഡിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് ഗാന്ധിവധത്തിനു പിന്നിൽ RSS ആണെന്ന് രാഹുൽ ആരോപിച്ചത്. ഇതിനെതിരെ RSS നൽകിയ മാനനഷ്ട കേസ് തള്ളണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പരിഗണിച്ചപ്പോൾ നിലപാടിൽ രാഹുൽ ഗാന്ധി മാറ്റം വരുത്തിയിരുന്നു. RSS അല്ല, സംഘടനയുമായി ബന്ധപ്പെട്ട ചിലരാണ് വധത്തിന് പിന്നിൽ എന്നായിരുന്നു രാഹുലിന്റെ നിലപാട്. ഉപാധ്യക്ഷന്റെ മലക്കമറിയൽ കോൺഗ്രസ് പാർട്ടിക്ക് ഏറെ നാണക്കേടായി. ഈ പശ്ചാത്തലത്തിലാണ് പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി രാഹുൽ ഇന്ന് സുപ്രീം കോടതിയെ അറിയിച്ചത്. RSS തന്നെയാണ് ഗാന്ധിവധത്തിനു പിന്നിൽ. അക്കാര്യം വീണ്ടും ആവർത്തിക്കും. തന്റെ പ്രസ്താവനയ്ക്കെതിരെ RSS നൽകിയ മാനനഷ്ട കേസിൽ വിചാരണ നേരിടാൻ തയ്യാറാണെന്നും രാഹുൽ അറിയിച്ചു. തുടർന്ന് മാനനഷ്ട കേസ് തള്ളണമെന്നാവശ്യപ്പെട്ട് നേരത്തെ നൽകിയ ഹർജി രാഹുൽ ഗാന്ധി പിൻവലിച്ചു.
അതേസമയം വിചാരണ കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കി തരണമെന്ന ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചില്ല. ഇക്കാര്യം വാദത്തിനിടെ വിചാരണ കോടതിയിൽ ആവശ്യപ്പെടാമെന്ന് സുപ്രീം കോടതി അറിയിച്ചു. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകനും കോൺഗ്രസ് നേതാവുമായ കപിൽ സിബലാണ് ഹാജരായത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇന്ത്യൻ DTH വഴിയുള്ള ഇന്ത്യൻ ചാനലുകളുടെ സംപ്രേഷണം പാകിസ്ഥാൻ നിരോധിച്ചു. പാകിസ്ഥാൻ ഇലക്ട്രോണിക്സ് റെഗുലേറ്ററി മീഡിയ അതോറിറ്റിയാണ് ഇന്ത്യൻ ചാനലുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത്. ആകാശവാണി ബലൂജി ഭാഷയിൽ സംപ്രേഷണം ആരംഭിക്കാൻ തീരുമാനിച്ചതോടെയാണ് പാകിസ്ഥാന്റെ ഈ തീരുമാനം. ചാനലുകളിൽ ചട്ടങ്ങൾ പാലിക്കാതെ അമിതമായി വിദേശ ഉള്ളടക്കമുള്ള പരിപാടികൾ സംപ്രേഷണം നടത്തുന്നതുകൊണ്ടാണ് വിലക്കെന്നാണ് പാക് വിശദീകരണം. കാശ്മീർ പ്രദേശങ്ങളിൽ പാക് വിഘടനവാദികൾ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നതിന് ശക്തമായ വിലക്കേർപ്പെടുത്തിയ ഇന്ത്യ പാകിസ്ഥാനിൽ ഓൾ ഇന്ത്യ റേഡിയോ ബലൂജി ഭാഷയിൽ പ്രക്ഷേപണം നടത്തുവാനും തീരുമാനിച്ചിരുന്നു. എന്നാൽ ആ തീരുമാനത്തിന് തൊട്ടുപിന്നാലെ പാകിസ്ഥാനിൽ ഇന്ത്യൻ ചാനലുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് പാകിസ്ഥാൻ ഇലക്ട്രോണിക് റെഗുലേറ്ററി മീഡിയ അതോറിറ്റി ഉത്തരവിറക്കി. പാകിസ്ഥാനിൽ DTH സേവനങ്ങൾ തുടങ്ങുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് അതോറിറ്റി ചെയർമാൻ അഫ്സൽ അലം വ്യക്തമാക്കി. ചാനലുകളിൽ ചട്ടങ്ങൾ പാലിക്കാതെ അമിതമായി വിദേശ ഉള്ളടക്കമുള്ള പരിപാടികൾ സംപ്രേഷണം നടത്തുന്നതുകൊണ്ടാണ് വിലക്കേർപ്പെടുത്തിയതെന്നാണ് പാകിസ്ഥാൻ ഇലക്ട്രോണിക് റെഗുലേറ്ററി മീഡിയ അവകാശപ്പെടുന്നത്. ഇന്ത്യൻ ചാനലുകളുടെ DTH സ്കോഡർ വിലക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുവാനും അതോറിറ്റി തീരുമാനിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ആകാശവാണി ബലൂച്ച് ഭാഷയിൽ പ്രക്ഷേപണം കൂടുതൽ വിപുലമാക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പാകിസ്ഥാനിലെ ബലൂച്ച് നിവാസികളുടെ സ്ഥിതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശങ്ക അറിയിച്ചിരുന്നു. ഇതിനു മറുപടി എന്നോണമാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യൻ ചാനലുകൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ DTH വഴിയുള്ള സംപ്രേഷണമാണ് ആദ്യഘട്ടത്തിൽ വിലക്കേർപ്പെടുത്തിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച കത്ത് ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അടക്കം കൈമാറിയതായും ഇലക്ട്രോണിക് റെഗുലേറ്ററി മീഡിയ അതോറിറ്റി ചെയർമാൻ അഫ്സൽ അലം പറഞ്ഞു. 30 ലക്ഷത്തിനടുത്ത ഇന്ത്യൻ DTH സ്കോഡറുകളാണ് പാകിസ്ഥാനിലുള്ളത്. ഇന്റർനാഷണൽ ഡെസ്ക്. മുപ്പത്തിരണ്ട് ലക്ഷം വർഷം മുൻപ് ജീവിച്ചിരുന്ന പ്രാചീന നരവംശത്തിൽപ്പെട്ട ലൂസി എന്ന സ്ത്രീ മരിച്ചത് മരത്തിൽ നിന്ന് വീണിട്ടാകാമെന്ന ഗവേഷകരുടെ പുതിയ കണ്ടെത്തൽ. ലൂസിയുടെ ഫോസിലുകളിൽ നടത്തിയ പഠനത്തിലാണ് നരവംശശാസ്ത്രത്തിലെ ഏറ്റവും വലിയ ഈ കണ്ടുപിടുത്തം. ഒരു അപസർപ്പക കഥയുടെ പരിസമാപ്തിയാണ് ഇതോടെ ഉണ്ടായിരിക്കുന്നത്. 1974 എത്യോപ്യയിലെ ആഭാർ മേഖലയിൽ നിന്ന് നരവംശശാസ്ത്രജ്ഞർ ലൂസിയെ കണ്ടെത്തിയത്. 32 ലക്ഷം വർഷം മുൻപ് ജീവിച്ചിരുന്ന പ്രാചീന നരവംശത്തിൽപ്പെട്ട ആ സ്ത്രീയുടെ മരണം സംബന്ധിച്ച് നിരവധി അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നു. എന്നാൽ ആ അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ടാണ് ഗവേഷകർ ലൂസി മരിച്ചത് മരത്തിൽ നിന്ന് വീണിട്ടാകാമെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. പ്രാചീന മനുഷ്യരുടെ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ഫോസിലുകളിൽ പൂർണ്ണരൂപം, അതായത് 40% കണ്ടെത്തിയിരിക്കുന്നതും ലൂസിയുടേത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ 32 ലക്ഷം വർഷം മുൻപുള്ള ലൂസിയുടെ മരണം സംബന്ധിച്ച കണ്ടെത്തൽ നരവംശശാസ്ത്രജ്ഞർ എക്കാലത്തെയും കണ്ടെത്തലായി വിശേഷിപ്പിക്കുന്നു. ലൂസിയുടെ അസ്ഥികൾ സ്കാനിങ്ങിലൂടെയും മറ്റും സൂക്ഷ്മമായി പരിശോധിച്ച ഗവേഷകരാണ് ലൂസി മരത്തിൽ നിന്ന് വീണതാകാമെന്ന നിഗമനത്തിലെത്തിയത്. ഇത് ശരിയാണെങ്കിൽ മരങ്ങളിൽ കഴിഞ്ഞിരുന്ന വർഗ്ഗങ്ങളിൽ നിന്ന് അമേരിക്കൻ സാവന്നകളിൽ നടന്ന ഇരികാലികളായി മനുഷ്യരുടെ പൂർവികർ രൂപപ്പെട്ടത് എങ്ങനെയെന്നതിനെക്കുറിച്ച് വിലപ്പെട്ട സൂചനകൾ ഈ കണ്ടുപിടുത്തം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. വമ്പൻ ഓഫറുകളുമായി റിലയൻസിന്റെ പുതിയ 4G മൊബൈൽ സേവനമായ ജിയോ അവതരിപ്പിച്ചു. എല്ലാ ആഭ്യന്തര വോയിസ് കോളുകളും റോമിംഗും സൗജന്യമായിരിക്കും. 1 GB 50 രൂപ നിരക്കിൽ 4G ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുമെന്നും ജിയോ അവതരിപ്പിച്ചുകൊണ്ട് റിലയൻസ് ഇൻഡസ്ട്രീസ് മേധാവി മുകേഷ് അംബാനി പറഞ്ഞു. ലോകത്ത് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മൊബൈൽ സേവനങ്ങൾ നൽകുമെന്ന പ്രഖ്യാപനത്തോടെയാണ് റിലയൻസ് ജിയോ അവതരിപ്പിച്ചത്. മുംബൈയിൽ നടന്ന കമ്പനിയുടെ വാർഷിക ജനറൽ മീറ്റിംഗിലാണ് ജിയോ സേവനങ്ങളും ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചത്. 3 മാസത്തേക്ക് സേവനങ്ങൾ പൂർണ്ണമായും സൗജന്യമായിരിക്കും. അടുത്ത വർഷം മാർച്ച് മാസത്തോടെ രാജ്യത്ത് 90% മേഖലകളിലും ജിയോ സേവനം എത്തിക്കുമെന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി പറഞ്ഞു. Jio will give the power of data to each Indian to fulfill every dream and to collectively take India to global digital leadership. With these words, I want to dedicate the commencement of Jio to the digital India vision of our Prime Minister, to my fellow 1.2 billion Indians and India. തിങ്കളാഴ്ച ജിയോ സേവനങ്ങൾക്ക് തുടക്കം കുറിക്കും. വാണിജ്യാടിസ്ഥാനത്തിലുള്ള തുടക്കം ഡിസംബർ 31-നായിരിക്കുമെന്നും അംബാനി അറിയിച്ചു. റിലയൻസിന്റെ 4G സ്മാർട്ട് ഫോണുകൾ 2999 രൂപയ്ക്ക് വിപണിയിലെത്തിക്കും. ജിയോയിലൂടെ മൊബൈൽ സേവന രംഗത്ത് ആധിപത്യം ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് റിലയൻസ്. ന്യൂസ് ബ്യൂറോ, ദില്ലി.
പോഷക ഗുണത്തിന്റെയും ഔഷധ ഗുണത്തിന്റെയും കാര്യത്തിൽ മുന്നിലാണ് പാവയ്ക്ക. ജലസേചന സൗകര്യമുണ്ടെങ്കിൽ എല്ലാ സമയത്തും പാവൽ കൃഷി നടത്താം. പാവൽ കൃഷി രീതികളെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ വൻ സാമ്പത്തിക നേട്ടം നിങ്ങളെ തേടിയെത്തും. രുചി കൊണ്ട് കയ്പാണെങ്കിലും ഗുണം കൊണ്ട് ഏറെ മധുരകരമാണ് പാവയ്ക്ക. വീടുകളിൽ ഏറ്റവും ലളിതമായി വിളയിച്ചെടുക്കാൻ കഴിയുന്ന പോഷക ഗുണമുള്ള പച്ചക്കറി എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷതയും. ജലസേചന സൗകര്യമുണ്ടെങ്കിൽ എല്ലാ സമയവും പാവൽ കൃഷി ചെയ്യാമെന്നതാണ് മറ്റൊരു പ്രത്യേകത. നല്ല നീർവാർച്ചയുള്ള മണൽ കലർന്ന മണ്ണാണ് പാവൽ കൃഷിക്ക് ഉത്തമം. വിത്തിനു വേണ്ടിയാണ് കൃഷി നടത്തുന്നതെങ്കിൽ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കൃഷി ചെയ്യുന്നതാണ് നല്ലത്. വിത്തിനു വേണ്ടി എടുക്കുമ്പോൾ പഴുത്ത പാവയ്ക്കയിൽ നിന്നും വിത്തെടുത്ത് കഴുകിക്കഴിയുമ്പോൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന വിത്ത് ഉപേക്ഷിക്കണം. പ്രിയ, പ്രീതി, പ്രിയങ്ക, CO1, MDU1 എന്നിവയാണ് പ്രധാന ഇനങ്ങൾ. വിത്ത് മുളച്ച് വള്ളിയിലേക്ക് പടരുമ്പോൾ പന്തലിട്ട് കൊടുക്കുന്നതോടെ പാവലുകൾ വളരാൻ തുടങ്ങുന്നു. പാവയ്ക്ക കൃഷിരീതികളെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ എക്കാലത്തും സാമ്പത്തിക നേട്ടമുണ്ടാവുന്ന ജീവിതമാർഗം കൂടിയാണിത്. ന്യൂസ് ഡെസ്ക്. സിംഗപ്പൂരിൽ 13 ഇന്ത്യക്കാർക്ക് സിക വൈറസ് ബാധ സ്ഥിരീകരിച്ചു. നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്നവരിലാണ് കൂടുതലും കൊതുകുജന്യ രോഗമായ സിക വൈറസ് പടരുന്നത്. സിംഗപ്പൂരിൽ നിർമ്മാണ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇന്ത്യക്കാരിലാണ് സിക വൈറസ് ബാധ കണ്ടെത്തിയിരിക്കുന്നത്. 13 ഇന്ത്യക്കാരിൽ സിക വൈറസ് ബാധയുണ്ടെന്നാണ് സ്ഥിരീകരണം. ഇന്ത്യൻ വിദേശകാര്യ വക്താവ് വികാസ് സ്വരൂപാണ് ഇക്കാര്യം അറിയിച്ചത്. 3,60,000 വിദേശ തൊഴിലാളികളാണ് സിംഗപ്പൂരിലെ നിർമ്മാണ മേഖലകളിൽ ജോലി ചെയ്യുന്നത്. ഇതിൽ ഭൂരിഭാഗവും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നുള്ളവരാണ്. സിംഗപ്പൂരിൽ 115 സിക വൈറസ് ബാധിത കേസുകൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 21 ചൈനീസ് പൗരന്മാർക്കും രോഗം സ്ഥിരീകരിച്ചു. കൊതുകുകളിലൂടെയാണ് സിക വൈറസ് പടരുന്നത്. ഗർഭിണികളിൽ സിക വൈറസ് ബാധയുണ്ടായാൽ ജനിക്കുന്ന കുഞ്ഞിന് ബുദ്ധിവൈകല്യമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക്. നടി ശാന്തികൃഷ്ണ 2ാം തവണയും വിവാഹമോചിതയായി. അമേരിക്കൻ വ്യവസായി ബിജോർ സദാശിവനുമായി പരസ്പര സമ്മതപ്രകാരമാണ് വേർപിരിഞ്ഞത്. നടി ശാന്തികൃഷ്ണ വീണ്ടും വിവാഹമോചിതയായി. കൊല്ലം സ്വദേശിയും അമേരിക്കൻ വ്യവസായിയുമായ നിലവിലെ ഭർത്താവ് ബിജോർ സദാശിവനുമായുള്ള വിവാഹബന്ധമാണ് വേർപിരിഞ്ഞത്. ഇരുവരും കർണാടകയിലെ ഒരു കുടുംബ കോടതിയിലാണ് വിവാഹമോചന കേസ് ഫയൽ ചെയ്തിരുന്നത്. ബന്ധം പിരിയാൻ സമ്മതമാണെന്ന് ഇരുവരും കോടതിയെ അറിയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് വിവാഹമോചനം അനുവദിച്ചുകൊണ്ട് കോടതി കഴിഞ്ഞ മാസം ഉത്തരവായത്. അമേരിക്കൻ വ്യവസായി ബിജോർ സദാശിവനും ശാന്തികൃഷ്ണയും 18 വർഷം മുമ്പാണ് വിവാഹിതരായത്. ബന്ധം വേർപെടുത്താൻ ഇരുവരും സംയുക്തമായി തീരുമാനിച്ചതായാണ് അറിയുന്നത്. എന്തായാലും ഇനി വീണ്ടും അഭിനയ രംഗത്ത് സജീവമാകാനുള്ള തീരുമാനത്തിലാണ് ശാന്തികൃഷ്ണ. ആദ്യം ശാന്തികൃഷ്ണ നടൻ ശ്രീനാഥിനെയാണ് വിവാഹം ചെയ്തിരുന്നത്. കേരളമൊട്ടാകെ ശ്രദ്ധേയമായ ആ താരവിവാഹം പിന്നീട് വിവാഹമോചനത്തിൽ ചെന്നെത്തുകയായിരുന്നു. പിന്നീടായിരുന്നു 1998 കൊല്ലം സ്വദേശി ബിജോർ സദാശിവനുമായുള്ള വിവാഹം നടന്നത്. അടുത്തിടെ ഒരു അഭിമുഖത്തിൽ തന്റെ തിരിച്ചുവരവിനെക്കുറിച്ച് ശാന്തി പരാമർശിച്ചിരുന്നു. കുടുംബ പ്രശ്നങ്ങളാണ് വിവാഹബന്ധം വേർപിരിയാൻ കാരണമെന്ന് അറിയുന്നു. ന്യൂസ് ഡെസ്ക്. നടൻ ബാലയും അമൃതയും വിവാഹമോചനത്തിനായി അപേക്ഷ നൽകിയ ഇരുവരും കൗൺസിലിംഗിനായി എറണാകുളം കുടുംബ കോടതിയിൽ എത്തി. ബാലയും അമൃതയും വേർപിരിയുന്നതായി നേരത്തെ നവമാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ സ്ഥിരീകരിക്കപ്പെടുകയാണ്. ഇരുവരും വിവാഹമോചനത്തിന് മുന്നോടിയായുള്ള കൗൺസിലിംഗിനായി കൊച്ചി കുടുംബ കോടതിയിലെത്തി. 6 മാസം മുമ്പ് അമൃത നൽകിയ വിവാഹമോചന ഹർജിയെ തുടർന്നായിരുന്നു നടപടികൾ. നവമാധ്യമങ്ങളിലെ വാർത്തകൾ നേരത്തെ അമൃത നിഷേധിച്ചിരുന്നുവെങ്കിലും വേർപിരിയാൻ തീരുമാനിച്ചതായി ബാല വ്യക്തമാക്കിയിരുന്നു. പിരിയാനുള്ള കാരണം പറയുന്നില്ലെന്നും മകൾക്കു വേണ്ടിയാണ് ഇനി തന്റെ ജീവിതം എന്നുമായിരുന്നു ബാല ഒരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ അഭിപ്രായപ്പെട്ടിരുന്നത്. വിവാഹമോചനത്തിനുള്ള കാരണം എന്തെന്ന് ഇരുവരും വ്യക്തമാക്കിയിട്ടില്ല. ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിൽ 2010 തമിഴ് ഡോക്യുമെന്ററി സംവിധായകനായ ജയകുമാറിന്റെയും ചെന്താമരയുടെയും മകനായ ബാലയും ഇടപ്പള്ളി അമൃതവർഷിണിയിൽ PR സുരേഷ് ലൈല ദമ്പതികളുടെ മകളായ അമൃതയും വിവാഹിതരായത്. ഇവർക്ക് 3 വയസ്സുള്ള കുട്ടിയുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കാരുണ്യത്തിന്റെ മഹത്തായ മാതൃക തീർത്ത ഓട്ടോ ഡ്രൈവർമാർ. ഇരുവൃക്കകളും തകരാറിലായ 3 വയസ്സുകാരിക്ക് ചികിത്സാ സഹായം നൽകിയാണ് എറണാകുളം ഹൈക്കോർട്ട് സ്റ്റാൻഡിൽ ഓടുന്ന ഓട്ടോ ഡ്രൈവർമാർ മാതൃകയായത്. എറണാകുളത്തെ 3 വയസ്സുകാരി അഗസ്റ്റിന്റെ ചികിത്സയ്ക്കായി 5 ലക്ഷം രൂപയാണ് ഡ്രൈവർമാർ സ്വരൂപിച്ച് നൽകിയത്. ഗതാഗത വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ തുക അഗസ്റ്റിന്റെ മാതാപിതാക്കൾക്ക് കൈമാറി. എറണാകുളം ഹൈക്കോർട്ട് ജെട്ടി സ്റ്റാൻഡിലോടുന്ന 70 ഓട്ടോ ഡ്രൈവർമാരുടെ കൂട്ടായ്മയായ ഓട്ടോ ബ്രദേഴ്സാണ് കാരുണ്യത്തിന്റെ മഹത്തായ മാതൃക തീർത്തിരിക്കുന്നത്.
ഇരുവൃക്കകളും തകരാറിലായ 3 വയസ്സുകാരി ആഗ്നസിന്റെ ചികിത്സയ്ക്കായി 5 ലക്ഷം രൂപയാണ് ഇവർ കേവലം 20 ദിവസം കൊണ്ട് സ്വരൂപിച്ചത്. ഓട്ടോ ഓടിക്കിട്ടുന്ന ഒരു ദിവസത്തെ മുഴുവൻ വരുമാനം ഇവർ ഇതിനായി നീക്കിവെച്ചു. കൂടാതെ ഓട്ടം വിളിക്കുന്ന നല്ലവരായ ആളുകളും ഒപ്പം ചില ബസ്സുടമകളും മറ്റു മനുഷ്യസ്നേഹികളും കൂടി സഹായിച്ചതോടെ സഹായധനം 5 ലക്ഷമായി. സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സഹായധനം ആഗ്നസിന്റെ പിതാവ് സേവ്യർ ആന്റണിക്ക് കൈമാറി. മറ്റൊരിടത്തും കാണാത്ത മാതൃകയാണ് ഓട്ടോ തൊഴിലാളികൾ കാണിച്ചിരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. മനുഷ്യ സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ വറ്റാത്ത ഉറവുകളുടെ യഥാർത്ഥ കേന്ദ്രം തൊഴിലാളി മനസ്സുകളാണ് എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് നിങ്ങൾ ഈ സൽക്കർമ്മത്തിലൂടെ ചെയ്തിട്ടുള്ളത്. ചലച്ചിത്ര താരം തമ്പാനൂർ സുരേഷ് മുഖ്യ അതിഥിയായി എത്തിയ ചടങ്ങിൽ എറണാകുളം RTO സാദിഖ് അലി, CITU ജില്ലാ പ്രസിഡന്റ് KJ ജേക്കബ് തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ഓട്ടോ ബ്രദേഴ്സിന്റെ കാരുണ്യം ഇതുകൊണ്ടും തീർന്നിട്ടില്ല. വൈപ്പിനിൽ നിന്നുള്ള 8 മാസം മാത്രം പ്രായമുള്ള അനാമികയെ സഹായിക്കാൻ ഒരുങ്ങുകയാണ് ഇവരിപ്പോൾ. അനാമികയ്ക്ക് പിച്ച വെക്കണമെങ്കിൽ കരൾ മാറ്റിവെക്കണം. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അനാമിക ഇപ്പോൾ. ഈ കുരുന്നിന്റെ ജീവൻ രക്ഷിക്കാനായി ഇവർക്കൊപ്പം നമുക്കും കൈകോർത്തുകൂടെ? അലക്സ് റാം മുഹമ്മദ്, കൊച്ചി.